ബിസ്മില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. പ്രിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ ഒരു താബിഈ പണ്ഡിതനായ യൂനുസ് ബിൻ ഉബൈദ് റഹിമഹുല്ലാ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതല്ലെങ്കിൽ ഞാൻ പ്രയാസത്തിലാണ്, എനിക്ക് പ്രയാസവും പരിവട്ടവുമാണ്, എന്നെ സഹായിക്കണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ദരിദ്രനാണ് എന്നെല്ലാം പറഞ്ഞ സമയത്ത് അദ്ദേഹം അയാളെ നോക്കി പറഞ്ഞ ഉത്തരമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹം ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ 2 കണ്ണ് എനിക്ക് തരുമോ? ഞാൻ നിങ്ങൾക്ക് 1,00,000 ദിർഹം നൽകാം. പിന്നെയും അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളുടെ 1 കൈ എനിക്ക് തരാൻ പറ്റുമോ? ഞാൻ 1,00,000 ദീനാർ നിങ്ങൾക്ക് നൽകാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ അവസാനം ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത്രമാത്രം വലിയ കോടീശ്വരനായിട്ടാണ് താങ്കൾ ജീവിക്കുന്നത്, എന്നിട്ടും താങ്കൾ പറയുകയാണ് എന്ത്, എനിക്ക് പ്രയാസമാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത്, നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് നിഅമത്തുകൾ ആസ്വദിച്ച് കണ്ട് അതിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇതെവിടെ നിന്ന് കിട്ടി, ഇതാര് നൽകി, എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. ഒരിക്കലും നമുക്കത് എണ്ണിക്കണക്കാക്കാൻ പോലും സാധിക്കുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താനാവില്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം,
ഒട്ടേറെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളത് തിരിച്ചറിയണമെങ്കിൽ മാനുഷികമാണ്. ഏതെങ്കിലും ഒരു അനുഗ്രഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് സന്ദർശിച്ചാൽ, അതല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ച ഒരാളെ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. കണ്ണ് നഷ്ടപ്പെട്ടാൽ മാത്രമേ കണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വെളിച്ചത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാവണമെങ്കിൽ ഇരുട്ടെന്താണെന്ന് അറിയണം. അതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ വിരൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ 5 വിരലുകൾ, ഇതിൽ ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ പിടുത്തത്തിന് എന്തുണ്ടാവില്ല? ഉറപ്പുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ്. അതുപോലെ എന്തെങ്കിലും ഇപ്പം എന്തൊക്കെ അസുഖങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഒരു പനി വന്നാൽ പോലും മനുഷ്യൻ അസ്വസ്ഥനാണ്, അല്ലേ? മനുഷ്യൻ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. ഓ, എന്തൊരു വേദന, അല്ലെങ്കിൽ എന്തൊരു അസുഖം. അപ്പം നമ്മൾക്ക് മനസ്സിലാവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അല്ലേ? നമ്മുടെ കണ്ണ്, അതല്ലെങ്കിൽ നമ്മുടെ കൈ, നമ്മുടെ കാല്, ഇതേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗകകും. നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കിയാൽ എന്താ പ്രശ്നം? ഫഹുവ അജ്ദറു അല്ലാ തസ്തറു നിഅമത്തല്ലാഹി അലൈക്കും. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അള്ളാഹു എനിക്കൊന്നും നൽകിയിട്ടില്ല എന്ന വേവലാദ്യം പരാതികളും മാത്രമേ ഉണ്ടാകൂ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നമ്മളെപ്പോഴും ഭൗതികമായ വിഷയങ്ങളിൽ, അതല്ലെങ്കിൽ സമ്പത്തിൻ്റെ വിഷയങ്ങളിൽ, അതല്ലെങ്കിൽ സൗകര്യങ്ങളുടെ വിഷയങ്ങളിൽ നമ്മളെപ്പോഴും നോക്കുക എന്താണ്? നമ്മുടെ മുകളിലുള്ള ആളുകളിലേക്കാണ്. ഓ, അവൻ്റെ ഒരു വീട്, അതല്ലെങ്കിൽ അവൻ്റെ ഒരു വാഹനം, അതല്ലെങ്കിൽ അവൻ്റെ ഒരു സൗകര്യങ്ങൾ, അവൻ്റെ സ്ഥാനമാനം, അല്ലേ? ഇതെല്ലാം നമ്മൾ മുകളിലേക്കാണ് നോക്കുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ ഹൈവേകളിലൂടെ അല്ലെങ്കിൽ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ 2 സാരിയൊക്കെ എടുത്ത് മറച്ച് ഒരു വീടുണ്ടാക്കി, അമ്മി, അതുപോലെ തന്നെ എന്താണ് ഒല, ഈ കത്തി, കൊടുവാളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ചെറുപ്പത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുമില്ലാത്ത വീട്, നമ്മളെ വീട് അത്യാവശ്യം ഒരു ചെറുപ്പം മാത്രമേ ഉള്ളൂ, എന്നാൽ അയൽവാസിയുടെ വീട് കുറച്ച് വലുതാണ്, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഒരു 500 സ്ക്വയർ ഫീറ്റർ കൂടുതലാണ്. നമ്മളെ ചിന്ത എന്താണ്? എൻ്റെ വീടും അതുപോലെ ആക്കണം, അതല്ലെങ്കിൽ എൻ്റെ വാഹനവും അവൻ്റെ വാഹനം കുറച്ച് മുന്തിയ കാറാണ്, എന്നാൽ എനിക്കും അതുപോലെ ആക്കണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഭൗതിക വിഷയങ്ങളിലൊക്കെ മുകളിലേക്ക് നോക്കെങ്കിലും, എന്നാൽ ദീനീപരമായ വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ താഴത്തൊക്കെ നോക്കുക. ഓ, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഓനാകെ 4 വക്തും അത്രയൊന്നും ചെയ്യുന്നില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം നമ്മൾ താഴത്തൊക്കെ നോക്കുക. എന്നാൽ ദീനീപരമായ വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് ചെയ്യുന്ന ആളുകളിലേക്കല്ല നോക്കണ്ടേ, കൂടുതൽ ചെയ്യുന്ന ആളുകൾ നമ്മൾ കൂടുതൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ ഹദീസ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കണം. പിന്നെ നമ്മൾ നന്ദി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും ഖുർആനിലുടനീളം. വലഹും ഫിഹാ മനാഫിഉ വ മശാരിബു അഫലാ യശ്കുറൂൻ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രയോജനങ്ങളുമുണ്ട്. ഇതിൽ കന്നുകാലികളിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തന്ന്, അതുപോലെ അതിനു പുറമെ പാനീയങ്ങളും എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തത് എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെന്ത്? നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ലേ? നിങ്ങൾ അള്ളാഹുവിന് നന്ദി അഫലാ യശ്കുറൂൻ ഒരുപാട് നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റും. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. അള്ളാഹു എനിക്ക് നല്ല ആരോഗ്യം നൽകി, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകി, അള്ളാഹു എനിക്ക് നല്ലൊരു വീട് നൽകി, നല്ലൊരു ഇണയെ നൽകി എന്നൊക്കെ പല ആളുകളും പലതും പറയും. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹിദായത്താണ്, അല്ലേ? ആത്യന്തികമായി നമ്മൾ മരണശേഷം, അല്ലേ, ഏതാനും കുറച്ച് സമയം മാത്രമേ എന്തുള്ളൂ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളുടെ ജീവിതം മൊത്തം പരലോകത്താണ്. ആ പരലോകത്ത് ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഹിദായത്തിൽ ജീവിച്ചാൽ മാത്രമേ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അവിടെ സ്വർഗം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹിദായത്താണ്. അതാണ് നിങ്ങൾക്ക് സൂറത്ത് മാഇദയിൽ കാണാൻ സാധിക്കും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഒരു ഹിദായത്താണ്. അള്ളാഹുവിനെ അനുസരിച്ച് ഈ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നതാണ്, ഇല്ലേ? എത്ര ആളുകളുണ്ട് ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടും വിശ്വസിക്കാതെയും മനസ്സിലാക്കാതെയും ഒക്കെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ഹിദായത്തിലേക്ക് ഒരു വഴി തുറന്നു തന്നു, അല്ലേ? ഇനി നമ്മൾ അതനുസരിച്ച് ജീവിക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകി എന്നുള്ളതാണ്. അതല്ലാതെ ഭൗതികമായിട്ട് ഒരുപാട് സമ്പത്ത് നൽകിയതോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകിയതോ സ്ഥാനമാനങ്ങൾ നൽകിയതോ ഒന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹി യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സ്വാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിച്ച ദാക്ഷിണ്യമായി അവർ എടുത്തു പറയുന്നു. എന്നാൽ നീ പറയുക, റസൂലിനോട് പറയുക, ബൽ എന്താണ് പറയുന്നത് അള്ളാഹു, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ എന്നോട് കാണിച്ച ദാക്ഷിണ്യമായി എടുത്ത് പറയരുത്. പ്രസ്തുത സത്യവിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകിയെന്നത് അള്ളാഹു നിങ്ങളോട് ചെയ്ത ദാക്ഷിണ്യമാണ്. നമ്മളെ ആൾക്കാർ പറയാറുണ്ട്, ഞാനിപ്പോൾ അത്യാവശ്യത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമസ്കാരം നോമ്പൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ എൻ്റെ കാര്യമൊന്നും നോക്കണ്ട, ഞാൻ നേരെ സ്വർഗത്തിലേക്കാണ് എന്നൊക്കെയാണ് ആൾക്കാരുടെ വർത്തമാനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞെന്താണ്, നിങ്ങൾ ഇസ്ലാം അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല രീതിയിൽ സുബൈക്ക് അല്ലെങ്കിൽ സുബൈൻ്റെ മുമ്പ് എണീറ്റ് തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിക്കുക, സുബൈ പള്ളിയിൽ പോയി നമസ്കാരം സാധിക്കുക, ഇതൊക്കെ അള്ളാഹു ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇത് ചെയ്യാൻ സാധിക്കാത്ത എത്ര ആളുകൾ മുസ്ലിം എന്ന പേരിലും അതല്ലെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളുകളും എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണ് ഇത്തരം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ തരുക എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം, ഈ നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകും, അല്ലേ? എന്നിട്ട് പറയും, ഇന്ന ഡോക്ടറുടെ അടുത്ത് പോയാൽ മതി, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ എന്തായാലും രോഗം മാറും, അല്ലേ? സാധാരണ ആളുകളുടെ വർത്താനാണിത്, അവിടെ പോയാൽ മതി, നിങ്ങളെ രോഗമൊക്കെ പൂർണ്ണമായിട്ടും അദ്ദേഹം മാറ്റിത്തരും. എന്നാൽ നമ്മൾ സൂക്ഷിക്കണം, ആരാണ് രോഗം മാറ്റുന്നവൻ? അല്ലാഹുമ്മ അൻത ഷാഫിയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. രോഗം മാറ്റുന്ന എന്ന സിഫത്ത് അഥവാ രോഗം മാറ്റുക എന്നത് അള്ളാഹുവിൻ്റെ കയ്യിൽപ്പെട്ടതാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരേ രോഗി, അല്ലേ? ഒരേ രോഗി ചിലപ്പം ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ ഒരാൾക്ക് മാറും, ഒരാൾക്ക് മാറൂല. ഇതെന്താ കാരണം? ഒരേ അസുഖമുള്ള ആളുകൾ ഒരേ ഗുളിക കുടിച്ചാൽ ചിലപ്പോൾ ഒരാൾക്ക് മാറും, ചിലപ്പോൾ ഒരാൾക്ക് മാറൂല. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗം മാറ്റുന്നത്. പക്ഷേ അതിന് ചില സബബുകൾ അത് തേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറെ അടുത്ത് പോകാതിരിക്കലല്ല, ഡോക്ടറെ അടുത്ത് പോകണം, ചികിത്സിക്കണം, ഏറ്റവും നല്ല സ്പെഷ്യലിസ്റ്റിനെ തന്നെ പോയി കാണിക്കാം. പക്ഷേ ഇതിലൂടെയൊക്കെ നമ്മളെ രോഗം മാറിയാൽ ആരാണ് രോഗം മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം, അല്ലേ? അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്? ഇഷ്ഫി അൻത ഷാഫി, അല്ലേ? അവനാണ് ഷാഫി, അവനാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് രോഗം മാറ്റുന്നത്. അപ്പം അത് നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. നമ്മളെ സംസാരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അവർക്ക് രോഗം മാറ്റിത്തരും എന്ന സംസാരങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. എപ്പോഴും അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് എന്നൊരു സംസാരമായിരിക്കണം നമ്മളെ നാവിൽ നിന്ന് വരേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ
നമ്മളെപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കാനൊക്കെ സാധിക്കും അല്ലേ. ഇപ്പം അത് കുറൂനി അത് കുറുക്കും, അങ്ങനെ ഓർത്താനുള്ള ഗുണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്പം അത് കുറൂനി അത് കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്നോട് നന്ദികേട് കാണിക്കരുത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ നന്ദി കാണിക്കുന്ന വിഷയത്തിൽ ഇതിനെ രണ്ടാക്കി തിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണെന്ത്, കാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഫഇൻ നൗആൻ, അഥവാ ഈ നിഅമത്തിനെ അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചിട്ട് പറയാണ്. അതിലൊന്നെന്താണ്? മുസ്തമിറത്തുൻ, ഒന്ന് മുത്തജദ്ദിദത്തുൻ, അഥവാ രണ്ട് അനുഗ്രഹമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മൾ നന്ദി കാണിക്കേണ്ട രീതിയെ അദ്ദേഹം വിശദീകരിച്ചു തരാണ്. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ മുസ്തമിറത്ത് എന്ന് പറഞ്ഞാൽ പതിവായി നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പം പതിവായി നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി അല്ലേ, നമ്മുടെ നമ്മളെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ വായു അല്ലേ, നമുക്കെപ്പോഴും ശ്വസിക്കാൻ സാധിക്കും. നമുക്ക് വല്ല പ്രയാസവും ഉണ്ടോ? ഇല്ല. എന്നാൽ എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഏതാനും ദിവസങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ തന്നാൽ നമ്മൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഒരു ബില്ല് നമ്മളെ കയ്യിൽ കിട്ടും അല്ലേ. അത് കാണുന്നേരം നമുക്ക് മനസ്സിലാകും, പഠിച്ചോനെ ഇത്രയും കാലം ശ്വസിച്ചതിന് ഞാനിതുവരെ ബില്ല് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ആ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത്തരം നമുക്ക് പതിവായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇബാദത്തിലൂടെ ആയിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്ന സമയത്ത് പറയുന്ന ഹദീസുകൾ കേട്ടിട്ടില്ലേ? അൻ ആയിഷത ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ല ഖാമ ഹത്താ തഫത്തറ റിജ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യായിരുന്നു? തൻ്റെ കാലിൽ നീര് വരുമ്പോളം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു. കാലത്ത് ആയിഷ, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിങ്ങൾക്ക് അള്ളാഹു കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ? പിന്നെന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ നമസ്കരിക്കുന്നത്? കാലിലൊക്കെ നീര് വരുമാറ്, അതല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ദീർഘനേരം നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെന്ത്, യാ ആയിഷ അഫല അകൂന അബ്ദൻ ശകൂറ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആയിഷ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലേ? മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് എന്താണ്? അഫല അകൂന അബ്ദൻ ശകൂറ. അവിടെ റസൂൽ പ്രയോഗിച്ചത് ഷക്കൂർ എന്നാണ്, അഥവാ സ്ഥിരമായിട്ട് നന്ദി കാണിക്കുക എന്നാണ്. അഥവാ ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴെങ്കിലും കാണിക്കുന്ന നന്ദിക്ക് നമുക്ക് ഷാക്കിർ എന്ന് പറയാം. പക്ഷേ പതിവായിട്ട് നന്ദി കാണിക്കുക എന്ന അർത്ഥത്തിലാണ് ഷക്കൂർ എന്ന പ്രയോഗം. അപ്പം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പതിവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടത് നമ്മുടെ ഇബാദത്തിലൂടെ ആയിരിക്കണം. അതിലൂടെ രണ്ടാമത്തേത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് മുതജദ്ദിദത്ത്, പുതുതായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. എങ്ങനെയാണ് പുതുതായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുക? ഇപ്പോൾ പുതുതായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഉദാഹരണമായിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? ഒരു കുട്ടി ജനിച്ച്, അതല്ലെങ്കിൽ നമുക്ക് ബോണസ് കിട്ടി, അതല്ലെങ്കിൽ നമുക്ക് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി, അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അതുപോലെ പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വല്ല അനുഗ്രഹങ്ങളും കിട്ടുക അല്ലേ? ഇതൊക്കെ എന്തിൽ പെടും? മുത്തജദ്ദിദത്തായിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അല്ലേ? ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലേ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് അൽഹംദുലില്ലാ നമുക്കൊന്നും സംഭവിച്ചില്ല. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കേണ്ടത്? ഇവിടെ നമ്മൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വരിക അഹങ്കാരമാണ്. ഓ, ഇത് എൻ്റെ കൈകൊണ്ട് എനിക്കെന്ത് ചെയ്യും, എൻ്റെ കഴിവ് കൊണ്ട്, അതല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് കൊണ്ട് എന്ത് ചെയ്ത് എനിക്ക് സാലറി കുറേ അധികം കിട്ടി, അതല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് എന്ത് നേടാൻ സാധിച്ചു, ഇതെല്ലാം നേടാൻ സാധിച്ചു എന്നൊരു ചിന്ത വരും, അഹങ്കാരത്തിൻ്റെ ചിന്ത വരും. അതിനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ച് പറയുന്നത്, ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ശുക്റിൻ്റെ സുജൂദായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്ത്? ശുക്റിൻ്റെ സുജൂദ്. നമ്മൾക്ക് അറിയാവുന്നതാണ് അല്ലേ?
നമുക്ക് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ രക്ഷപ്പെടുത്തിയാൽ നമ്മൾ കാണാൻ പറ്റും ചില വീഡിയോകളിലൊക്കെ അല്ലേ അവിടെ തന്നെ കടന്ന് സുജൂദ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അല്ലേ. അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു ഒളു നിർബന്ധമല്ല, ഒളുവോട് കൂടി ചെയ്യുന്നത് നല്ലതാണ്. ഒരു ശുക്ർ മാത്രം ചെയ്താൽ മതി, ഒരു സുജൂദ് മാത്രം ചെയ്താൽ മതിയാവുന്നതാണ്. അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയം എന്താണ്, നമ്മൾ നന്ദി കാണിക്കേണ്ട രീതി. പതിവായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഇബാദത്തിലൂടെ ആയിരിക്കണം നമ്മൾ നന്ദി കാണിക്കേണ്ടത്. അഥവാ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ദിക്റുകൾ, ഇതെല്ലാം ആയിരിക്കണം നമ്മൾ നന്ദി സൂചകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ട്. പിന്നെ മുത്തജദ്ദിദത്തായിട്ടെന്ന് പറഞ്ഞാൽ പുതുതായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അഥവാ ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത് സാലറിയിലുള്ള ഇൻക്രിമെൻറ്റ്, കുട്ടി ജനിച്ചു, ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇത്തരം അനുഗ്രഹങ്ങൾ, സന്തോഷമുണ്ടായില്ലേ, ഇത്തരം അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടതാണ് എന്താണ്, ശുക്റിൻ്റെ സുജൂദ്. അഥവാ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അഹങ്കാരിച്ച ഒരാളാണ് ആര്, ഖാറൂൻ മുതലാളി അല്ലേ. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അഹങ്കരിച്ച മനുഷ്യനാണ് ആര്, ഖാറൂൻ അല്ലേ. ഖാറൂനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയണത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പറയാണ്, ഖാറൂനെ നീ എന്ത് ചെയ്യണ്ട, നീ പുളകം കൊള്ളണ്ട, നീ ഇങ്ങനെ എന്ത് ചെയ്ത് അഹങ്കരിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തീർച്ചയായും ഈ അഹങ്കരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പുളകം കൊള്ളുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്ന് ആളുകൾ എന്ത് ചെയ്യാണ്, ഖാറൂനോട് പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണത് വബ്തഇ ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക ഫിദ്ദുനിയ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. എന്താണ് ഖാറൂനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അല്ല, അവിടെ അള്ളാഹു പറയാണ് ഖുർആനിലൂടെ എന്ത്, അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ നീ പരലോക വിജയം തേടുക അല്ലേ. അള്ളാഹു നൽകിയതിലൂടെ നീ പരലോക വിജയം തേടുക. ഇത് നമ്മൾ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. ഇവിടെ ഖുർആനിൽ നമ്മൾ ആ ഒരു പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഐഹിക ജീവിതം അഥവാ അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ നീ പരലോക വിജയം തേടുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയേക്കാം അല്ലേ. ആ അനുഗ്രഹങ്ങളിലൂടെ നമുക്ക് നേടാനുള്ളത് എന്താണ്? നമ്മുടെ പരലോകമാണ് നമുക്ക് നേടാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹലോകത്തിന് ഒരു കൊതുക് ഇല്ലേ, ആ ഹദീസിലോ കാണാൻ പറ്റും, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹലോകത്തിന് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ കാഫിരീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഇറക്ക് വെള്ളം പോലും കൊടുക്കില്ല. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരാണെന്ത്, ഏതൊരു അനുഗ്രഹം നമ്മളെടുത്തുണ്ടോ, നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ, സമ്പത്താവട്ടെ, സന്താനങ്ങളാവട്ടെ, സ്ഥാനമാനങ്ങളാവട്ടെ, അറിവാവട്ടെ, ഇതിലൂടെയൊക്കെ നിങ്ങൾ നേടിയെടുക്കേണ്ടത് എന്താണ്? പരലോകമായിരിക്കണം അല്ലേ. സമ്പത്തിലൂടെ പരലോകം നേടിയെടുക്കാം, അറിവിലൂടെ സ്വർഗം നേടിയെടുക്കാം. എങ്ങനെ സാധിക്കും? അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ. സമ്പത്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും. എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയോ. ചില ആളുകൾക്ക് സംസാരിക്കാൻ നല്ല കഴിവുണ്ടാവും, ചില ആളുകൾക്ക് എഴുതാൻ കഴിവുണ്ടാവും. ഇതിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ്? പരലോകമായിരിക്കണം നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു പറയും ചെയ്തിരിക്കുന്നു വലാ തൻസ നസീബക ഫിദ്ദുനിയ, നിങ്ങളെ ഇഹലോകത്തിൻ്റെ ഓഹരി മറക്കണ്ട. പക്ഷേ എവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? പരലോകത്തിനായിരിക്കണം നിങ്ങൾ മുൻഗണന നൽകേണ്ടതില്ലേ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വൽ ആഖിറതു ഖൈറും വഅബ്ഖ അല്ലേ. നിങ്ങൾ ഇഹലോകത്തിൻ്റെ നശ്വരമായിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അള്ളാഹു പറയുകയാണെന്ത്, നിങ്ങൾക്ക് ഉത്തമമായത് എന്താണ്? ഐഹിക ഈ ലോകത്തുള്ളതല്ല, പരലോകമാണ് നിങ്ങൾക്ക് ഉത്തമമായത് എന്ന് ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടതെന്നാണ്. അതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണെന്ത്, ഒന്ന് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക. എങ്ങനെയാണ് നമ്മൾ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക? നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ശരീരം അല്ലേ, രോഗമില്ലാത്ത അവസ്ഥ അല്ലേ, വായു, ഭക്ഷണം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നതാണെന്ന് മനസ്സിൽ എന്നിട്ട് എന്ത് ചെയ്യുക? അതെല്ലാം ചെയ്തു തന്ന റബ്ബിനോട് അടങ്ങാത്ത സ്നേഹം അല്ലേ, ആ സ്നേഹം പുലർത്തുക. അള്ളാഹുവിനോടുള്ള അതിയായ സ്നേഹം മനസ്സിലുണ്ടാവണം അല്ലേ. നമ്മളെ വിശ്വാസം ശരിയാക്കി നമ്മൾ അള്ളാഹുവിനോടുള്ള സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം.
അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. എന്നാലേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മാത്രമേ അള്ളാഹുവിനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കും. അല്ലേ? ഒരു പ്രാർത്ഥന ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, എന്താണ്? അള്ളാഹുവേ, നിന്നെ സ്നേഹിക്കാനുള്ള ഒരു സൗഭാഗ്യം നീ എനിക്ക് നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക, നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ്. അള്ളാഹുവേ, അള്ളാഹുവിനോട് നമ്മൾ യാചിക്കാനുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ അള്ളാഹുവിനോട് തന്നെ യാചിക്കാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലേ? നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ 2 വിരലുകൾക്കിടയിലാണ് ഹൃദയം. അല്ലേ? ചിലപ്പോൾ അതിങ്ങനെ മറിയും. അല്ലേ? കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അല്ലേ? ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതാണ് മുക്കല്ലിബൽ ഖുലൂബ് എന്ന് നമുക്ക് പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഹൃദയത്തിന് 3 തരം ഹൃദയങ്ങളായിട്ട് വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വാബിലു സൈബ് എന്ന പുസ്തകത്തിൽ ഈ 3 ഹൃദയങ്ങളെ വിശദീകരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഒന്നാമത്തെ ഹൃദയം ഈമാനിൽ നിന്നും സർവ്വ നന്മകളിൽ നിന്നും മുക്തമായ ഹൃദയം, ഒരു നന്മയില്ലാത്ത വരണ്ട ഹൃദയം. എന്താണ് ഈ ഹൃദയത്തിൻ്റെ പ്രത്യേകത? ഇതിൽ മൊത്തം വസ്വാസുകൾ പിശാചിൻ്റെ താവളമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഹൃദയം എന്താണ്? ഒരു നന്മയുമില്ലാത്ത, ഈമാനികമായിട്ടോ വിശ്വാസപരമായിട്ടോ ഒരു കാര്യവും ഇല്ലാത്ത വരണ്ട ഹൃദയം. ഈ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഫുള്ള് പിശാചിൻ്റെ ആൾക്കാരായിരിക്കും ഉണ്ടാകുക. പിശാച് കീഴ്പ്പെടുത്തിയ ഒരു ഹൃദയമാണ് ഒന്നാമത്തെ ഹൃദയം. രണ്ടാമത്തെ ഹൃദയത്തെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഈമാനിൻ്റെ പ്രകാശം കൊണ്ട് പ്രശോഭിതമാവുകയും അതിൻ്റെ വിളക്കുകൾ കത്തിച്ചു വെക്കുകയും ചെയ്ത ഹൃദയമാണ് രണ്ടാമത്തേത്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇതിന്മേൽ ദേഹേച്ഛകളുടെ കൊടുങ്കാറ്റുകളും അനുഗ്രഹങ്ങളുടെ ഇരുട്ടും ആഗ്രഹങ്ങളുടെ ഇരുട്ടും അടിക്കുന്നുണ്ട്. അഥവാ എന്ത് പറഞ്ഞു വെച്ചാൽ ഇടക്കിടക്ക് പിശാച് വന്നു പോകുന്ന ഹൃദയം. ഒന്നാമത്തെ ഹൃദയം എന്ന് പറഞ്ഞാൽ പറ്റ ഡെഡായ ഹൃദയമാണ്. രണ്ടാമത്തെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ പേടിയുണ്ട്, ഭയമൊക്കെ ഉണ്ട്. പക്ഷേ ഇടക്കിടക്ക് ദേഹേച്ഛകൾക്ക് അദ്ദേഹം എന്തായി പോകും? വീണു പോകും. ഇടക്കിടക്ക് പിശാച് എന്ത് ചെയ്യും? അവിടെ വിസിറ്റ് ചെയ്യും, എന്നിട്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഹൃദയത്തിനെ പിശാച് ചില സമയത്ത് എന്ത് ചെയ്യും? ആ ഹൃദയത്തെ പിശാച് കീഴ്പ്പെടുത്തും. ഇതാണ് രണ്ടാമത്തെ മോഡൽ ഹൃദയം. നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഹൃദയം ഏത് മോഡൽ ഹൃദയമാണ്. ഇനി മൂന്നാമത്തെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് എന്ത്? ഈമാൻ കൊണ്ട് നിറഞ്ഞതാണ് മൂന്നാമത്തെ ഹൃദയം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കാട്ടോ. ഈമാനിൻ്റെ പ്രകാശം കൊണ്ട്, ഈമാനിൻ്റെ പ്രകാശം കൊണ്ട് പ്രശോഭിതമായ ഹൃദയം ദേഹേച്ഛകളെയും ആഗ്രഹങ്ങളുടെയും എല്ലാം ചെയ്യും, അതിനൊക്കെ എന്തെയും ബ്ലോക്ക് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം ഉള്ളിലേക്ക് കടത്തി വിടുന്ന ഹൃദയം. അല്ലേ? അതിൻ്റെ പ്രത്യേകം എന്താണ്? ആ ഹൃദയത്തിൻ്റെ പ്രത്യേകം എന്താണ്? അവിടെ പിശാചിന് എന്ത് ചെയ്യില്ല, അവിടേക്ക് പ്രവേശനമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉമർ അള്ളാഹുവിന് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് അതേ വഴിയിലാണെങ്കിൽ അദ്ദേഹം ആ പിശാച് എന്ത് ചെയ്യും? മാറി നടക്കുന്നുള്ള. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ പിശാചിന് കീഴ്പ്പെടുത്താൻ പറ്റൂല. അപ്പം നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഹൃദയം ഏത് ഹൃദയമാണ്? ഒന്നെങ്കിൽ മരിച്ചുപോയ ഹൃദയമാണോ? അതല്ലെങ്കിൽ ഇടക്കിടക്ക് പിശാച് ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന ഹൃദയമാണോ? ഇനി അതല്ല, പിശാചിനെ ബ്ലോക്ക് ചെയ്യുന്ന, പിശാചിനെതിരിൽ പ്രൊട്ടക്ഷൻ എടുക്കുന്ന ഹൃദയമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഹൃദയമായി മാറാൻ നമ്മൾ പരിശ്രമിക്കുകയും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ഇതൊന്നുകൂടി ഒരു ആലങ്കാരികമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ വിശദീകരിച്ചിരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 3 വീടുകളാണ് അദ്ദേഹം അതിനായിട്ട് ഉദാഹരണമായിട്ട് പറയുന്നത്. അതിൽ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു വീട് രാജാവിൻ്റെതാണ്. അദ്ദേഹം എന്നെ വിശദീകരിക്കാട്ടോ. അപ്പോൾ നമുക്ക് ഈ വിശദീകരണം കേട്ടാൽ, ഈ ഉദാഹരണം കേട്ടാൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. ഒരു വീട് രാജാവിൻ്റെ വീടാണ്. അതിലെന്തുണ്ട്? പാറാവുകാരുണ്ട്, സൈന്യങ്ങളുണ്ട്, ഫുൾ പ്രൊട്ടക്ഷനുള്ള ഒരു വീടാണ്. രണ്ടാമത്തെ വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ വീടാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? രത്നങ്ങളും മറ്റു വസ്തുക്കളൊക്കെ ഉണ്ട്. ഈ രാജാവിൻ്റെ വീട്ടിലും എന്തുണ്ടാവും? വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവും. അതുപോലെ ഈ ഒരു സാധാരണ ഭടൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തുണ്ട്? വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. പക്ഷേ എന്തല്ല, രാജാവിൻ്റെ അത്രത്തോളം എത്തൂല. മൂന്നാമത്തെ വീട് എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത ശൂന്യമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു കള്ളൻ വരികയാണെങ്കിൽ അദ്ദേഹം എവിടെ പ്രവേശിക്കാം? 1, 2, 3
എന്താ നിങ്ങളെ അഭിപ്രായം? ഒന്നിലാണോ? ആ, രണ്ടില്. മാഷാ അല്ലാഹ്. കാരണം ഒന്നിലെന്താണ്, അവിടെ ഫുൾ പ്രൊട്ടക്ഷനാ. അവിടെ രാജാവുണ്ട്, കിങ്കരന്മാരുണ്ട്, സൈന്യമുണ്ട്, അടുക്കാൻ തന്നെ പറ്റൂല അല്ലേ? എന്നാൽ രണ്ടാമത്തെ വീടിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ചിലപ്പോൾ എന്തുണ്ട്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഉറക്കം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയേക്കാം അല്ലേ? മൂന്നാമത്തെ വീട്ടിൽ കള്ളന് പ്രവേശിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ രണ്ടാമത്തെ വീട് ആയിരുന്നാന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടക്കിടക്ക് പിശാച് വന്ന് പോയില്ലേ? അപ്പം എന്തുണ്ട് അവിടെ? എന്തുണ്ട്? പിശാചിന് വേണ്ട ആയുധങ്ങളുണ്ട്. പിശാചിന് വേണ്ട ആയുധങ്ങൾ എന്താണ്? നമ്മുടെ ദേഹേച്ഛ, നമ്മുടെ ഇച്ഛകള്, നമ്മളെ മോശപ്പെട്ട ചിന്തകള്. പിശാച് വന്നിട്ട് എന്ത് ചെയ്യും? ഈ ആയുധങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യും? അത് ഉപയോഗിച്ചിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഫിത്തിന ഉണ്ടാക്കും അല്ലേ? അപ്പം നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ വീട് ഏത് വീടായിരിക്കണം? നമ്മളെ വീട് ഒന്നാമത്തെ വീടായിരിക്കണം. ഫുൾ പ്രൊട്ടക്ഷനുള്ള, പ്രാർത്ഥന കൊണ്ടുള്ള, അള്ളാഹുവിൻ്റെ തൗഫീഖിനാലുള്ള പ്രൊട്ടക്ഷനുള്ള ഹൃദയമായിരിക്കണം. അതല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷനുള്ള വീടായിരിക്കണം നമ്മളുടെ ഹൃദയം. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ ഒരു ഉദാഹരണത്തിലൂടെ എന്ത് ചെയ്യാണ് നമുക്കത് മനസ്സിലാക്കി തരാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഹൃദയം കൊണ്ട് നന്ദി കാണിക്കണം. അപ്പം ഞാൻ ഹൃദയം എന്താണെന്ന് വിശദീകരിച്ച്, ഹൃദയം കൊണ്ട് എങ്ങനെ നന്ദി കാണിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറുക. അഥവാ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ഹൃദയത്തിന് പാകപ്പെടുത്തുക. ഇഖ്ലാസ് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വിശ്വാസം നമ്മൾ ശരിയാക്കുക. ഇതൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് കാണിക്കുന്ന നന്ദിയാണ്. അഥവാ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യുക? ഒരുക്കുക. ഇനി രണ്ടാമത്തേത് എന്താണ്? നാവ് കൊണ്ട് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ നമ്മൾ ഹൃദയം കൊണ്ടാണ്, രണ്ടാമത്തെ എന്താണ്? നാവ് കൊണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നാവ് കൊണ്ട് അനുഗ്രഹത്തെ എടുത്തു പറയാനും അനുഗ്രഹദാതാവിനെ സ്തുതിക്കാനും നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്? തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നയാളുടെ എന്താണ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ദുക്റു, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്റൻ കസീറ, ഒരുപാട് അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്റുകൾ ചെല്ലുക. അതുപോലെ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തെറ്റ് ചെയ്യലല്ല, ആ തെറ്റിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കണം. അവിടെയാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ദിക്റിലൂടെ, അതുപോലെ ഇബാദത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിനെ ഓർക്കാം. അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്? നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. അതോ നാവ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നമ്മളെ ഹിദായത്തിലാക്കി എന്നുള്ളതാണ്. ഈ ഹിദായത്ത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് പറയുന്നത് എന്ത്? അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. നമ്മളിവിടെ വിചാരിച്ചെന്താ അറിയോ? അള്ളാഹു എനിക്ക് ഒരുപാട് സമ്പത്ത് തന്ന്, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ഒരുപാട് കുട്ടികളെ തന്ന്, അള്ളാഹു എനിക്കൊരു നല്ല ഭാര്യയും വീടും, ഇതൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളത്. അത് മാത്രമല്ല, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ത്? ഹിദായത്ത് എന്നത് അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് നമ്മൾ ദഅവത്ത് നടത്തണം. അതാ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ? ഇന്ന കാര്യങ്ങളുണ്ട് അല്ലേ, ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ പോകാം. അതല്ല, ഇന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ, വിശ്വാസം ശരിയാക്കിയിട്ടില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ നരകത്തിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ ഈ വിശ്വാസത്തെ അറിയാത്ത നോൺ മുസ്ലിമായ എത്രയോ ആളുകളുണ്ട്. നമ്മുടെ ഒപ്പരം ജോലി ചെയ്യുന്ന, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മുടെ അയൽവാസികളായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റിലായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. നമ്മൾ എന്ത് ചെയ്യണം? ആ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കണം? അവരെ നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, ഈ ദീനിലേക്ക് അവരെ ക്ഷണിക്കണം. നമ്മളെ ബാധ്യത എന്താണ്? ബലാഗ്, നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? നമ്മളെ ബാധ്യത. അവർ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേ എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചോദിക്കില്ല. പക്ഷെ എന്ത് ചോദിക്കും? നമ്മൾ എത്തിച്ചു കൊടുത്തോന്ന് ചോദിക്കും. അപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ എന്ത് ചെയ്യണം? അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കണം? അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലേ? ഇതൊന്നും വലിയൊരു സംഭവമല്ല. നമ്മൾക്ക് ഭയങ്കര പേടിയാണ് ദീന് സംസാരിക്കാൻ. നമ്മളെന്തൊക്കെ സംസാരിക്കുന്നത്, നമ്മളെ ഒപ്പരമുള്ള സുഹൃത്തിനോട് എന്തൊക്കെ നമ്മൾ സംസാരിക്കുന്നത്, അതുപോലെ നമ്മളെ അയൽവാസികളോട് എന്തൊക്കെ നമ്മൾ സംസാരിക്കുന്നത്, വേൾഡ് കഥകൾ, അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ദീനിനെ കുറിച്ച് പറയുന്ന ആളുകൾക്ക് എന്തോ ഒരു പ്രയാസമാണ്. അത് പറഞ്ഞാൽ ഞാനൊരു മോശക്കാരനാവുമോ? അത് ഓൻ്റെത്, എനിക്കെൻ്റെത്. അതല്ല വേണ്ടത്. നമുക്ക് നസീഹത്താണ് ഉണ്ടാവേണ്ടത് അല്ലേ? നമ്മുടെ അയൽവാസി അവൻ വിശ്വാസിയല്ല, അവൻ വിഗ്രഹത്തിന് ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മളെ മനസ്സിലുണ്ടാവണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിൽ വരണം, പടച്ചോനെ നസീഹത്താണ് ഉണ്ടാവേണ്ടത്. ഇവൻ പോകുന്നത് എങ്ങോട്ടാണ്? ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ വിശ്വാസം സ്വീകരിച്ച ആളുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ചിലപ്പം ഒരു ലഘുലേഖ വായിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു സംസാരമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിട്ടുണ്ടാവും, മനസ്സിലത് ക്ലിക്കായിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം വിശ്വസിച്ചിട്ടാണ്. ഒരുപാട് അനുഭവങ്ങൾ ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ദഅവ ഫീൽഡിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ? കാരണം ചിലപ്പോൾ നമ്മളൊരു പുസ്തകം കൊടുത്ത് പോയിട്ടുണ്ടാവും, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹം മുസ്ലിമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കൊരു കുറവുണ്ടാകേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വളരെ നല്ല രീതിയിൽ വിളിക്കുക. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ മരിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്? ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്ന് വന്നു? നിങ്ങൾക്കിപ്പോൾ ഒരു 30 വയസ്സായി അല്ലെങ്കിൽ 40 വയസ്സായി, 50 വർഷം മുമ്പ് നിങ്ങൾ എവിടാണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊള്ളുന്ന 2 ചോദ്യങ്ങൾ ചോദിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ക്ലിക്കാവും. പടച്ചോനെ, ഞാനിപ്പോൾ 50 വർഷം മുമ്പ് എവിടായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചാലോ? ഇനി മരണശേഷം എങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിലോ? നമ്മളത് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരാൾ മുസ്ലിമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് എന്താണ്? അദ്ദേഹം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കൂലി നമുക്കും കിട്ടുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് കുറയാത്ത രീതിയിൽ എല്ലാ കർമ്മങ്ങളുടെയും പുണ്യം നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പം ഈ ദഅവത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? നിസ്സാരമായി കാണരുത്. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദഅവത്തായിട്ട് മാറ്റണം. ഏതൊക്കെ അവസരങ്ങൾ നമുക്ക് കിട്ടിയോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. കാരണം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പഠിച്ചോനെ ഇദ്ദേഹം പോകും, നമുക്ക് വളരെ സ്നേഹമായിരിക്കും അല്ലേ? നമ്മൾ ഭക്ഷണം എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടാവും നമ്മൾ അയൽവാസിയാണെങ്കിൽ. പക്ഷേ ദീന് മാത്രം പറയാത്തൊരവസ്ഥ നമുക്കുണ്ടാവരുത്. നമ്മളെന്ത് ചെയ്യണം? അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വളരെ നമ്മളൊരു അനുഭവം പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു ദഅവാ സ്ക്വാഡ് പോയ സമയത്ത് നമ്മൾ ഒരു ബാർബർ ഷാപ്പിൽ ഒരാൾ മുടി വെട്ടാൻ വന്നതാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ പ്രവർത്തകന്മാർ പോയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച്. എന്ത് സംസാരിച്ച്? നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയോ? നിങ്ങൾക്ക് പരലോകം, എന്താണ് ഖബർ ജീവിതം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അറിയോ? അപ്പം അദ്ദേഹം പറഞ്ഞു അറിയില്ല, എന്നാൽ ഒന്ന് പറഞ്ഞേരി. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത്. ആ പ്രവർത്തകന്മാരെന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് അദ്ദേഹം അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം പറയുകയാണെന്ത്, ഇങ്ങനാണെങ്കിൽ എനിക്കിത് വിശ്വസിക്കണം. നിങ്ങൾ നോക്കി, ഒരു ജസ്റ്റ് 2-5 മിനിറ്റിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റും അല്ലേ? അങ്ങനെ അദ്ദേഹം വിശ്വാസിയായി മാറി. അദ്ദേഹം പിന്നീട് വളരെ നല്ല രീതിയിൽ ഇസ്ലാമിൽ ജീവിക്കുന്നത് നമ്മുടെ പ്രവർത്തകന്മാർ പറയുകയുണ്ടായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ അവസരം കിട്ടിയാലും എന്ത് ചെയ്യരുത്? ഈ അവസരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. ഈ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ പറ്റും, അന ഇൻദല്ലാഹി അബ്ദി ബി വഅന മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, എന്നെക്കുറിച്ച് എൻ്റെ അടിമ കരുതുന്നിടത്താണ് ഞാൻ. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും സൽവിചാരം മാത്രമേ ഉണ്ടാകാൻ പറ്റൂ. അള്ളാഹു എന്നെ സഹായിക്കും, അതല്ലെങ്കിൽ അള്ളാഹു എന്നെ നല്ല വിചാരങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു കുറിച്ച് ഉണ്ടാവും. എങ്ങനെയാണോ അവൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെയാണ് അള്ളാഹു എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ വഞ്ചിക്കപ്പെടരുത്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എല്ലാം പുറത്തുതരുന്നല്ല വണ്ടി. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരമാണ് ഉണ്ടായി. എൻ്റെ അറിവ് കേടുകൊണ്ട്, എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിപ്പോയി, അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന ചിന്തായിരിക്കും നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പം എന്ത് ചെയ്യുക? എന്നിട്ട് അള്ളാഹു പറയുകയാണെന്ത്, ഒരു അടിമ അവൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹുവിൻ്റെ മനസ്സിൽ അവൻ ഓർക്കും. അവൻ അള്ളാഹുവിനെ ഒരു സദസ്സിൽ വെച്ച് ഓർത്താലോ അള്ളാഹു അതിനേക്കാൾ ഉന്നതമായ സദസ്സിൽ വെച്ച് എന്ത് ചെയ്യും? അവനെ ഓർക്കുന്ന പറഞ്ഞേ. അപ്പം എന്ത് ചെയ്യുക? നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്താനും ദീന് പ്രബോധനം ചെയ്യാനും എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയായി മാറുകയുള്ളൂ, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മുസ്ലിമായി മാറുകയുള്ളൂ. കാരണം എന്താണ്? ഇത് പറഞ്ഞു കൊടുക്കൽ എന്താണ്? നമ്മുടെ ബാധ്യതയാണ്. നാളെ പരലോകത്ത് വന്നിട്ട് പറയാണ്, റബ്ബേ എനിക്കാരും ദീനിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആരാണ് ഉത്തരവാദി? ആ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇത് നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അവയവങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞ എന്തായും ഹൃദയം കൊണ്ട്, 2 നാവ് കൊണ്ട് പ്രാർത്ഥനയും ദഅവത്തും ഇതൊക്കെ. അതുപോലെ 3-മത്തെ എന്താണ്? നമ്മുടെ
അവയവങ്ങൾ കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അല്ലേ? അവയവം കൊണ്ട് നന്ദി കാണിക്കുക എന്നാൽ എന്താണ്? അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ശരീരം, അല്ലേ, നമ്മുടെ അള്ളാഹു നമ്മോട് നമസ്കാരം അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ നിർവഹിക്കാൻ പറഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിർവഹിക്കുക. നമ്മളെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അല്ലേ? നമ്മളെ ശരീരം കൊണ്ട് എന്തൊക്കെ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. അതാണ് ശരീരം കൊണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുകയാണെന്ത്? അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് 3 ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നെന്താണ്? അനുഗ്രഹം അള്ളാഹു നൽകിയതാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുക. എന്താണ്? ഇതൊക്കെ അത് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, അതല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം പഠിച്ച് നേടിയതാണ്, അതല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം കഴിവുണ്ട്, എനിക്ക് അത്യാവശ്യം എന്തുണ്ട്, പിന്നെന്താണ്, ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല എന്നൊക്കെയുള്ള വിചാരം എന്ത് ചെയ്യുക? ഒരാവശ്യമില്ല. അനുഗ്രഹം മൊത്തം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് എന്ത് ചെയ്യുക? ഹൃദയത്തെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുക, അത് മനസ്സിലാക്കുക. പിന്നെ നാവിലൂടെ അനുഗ്രഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിനെ വാഴ്ത്തുക. അൽഹംദുലില്ലാ, എപ്പോഴും നമ്മളെ മനസ്സിലെന്തായിരിക്കണം? അൽഹംദുലില്ലാ, അല്ലേ? അതുപോലെ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാത്തവരായി ആരും തന്നെയില്ല. എന്താണ്? സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാത്തവരെ ആരുമില്ല. നമുക്ക് എപ്പോഴും എന്തുണ്ട്? എപ്പോഴും ഒരാൾ സന്തോഷത്തിലല്ല, എപ്പോഴും ഒരാൾ ദുഃഖത്തിലല്ല, അല്ലേ? പ്രയാസങ്ങൾ വന്നു പോവില്ലേ? ചിലപ്പോൾ സന്തോഷമാവും, ചിലപ്പോൾ ദുഃഖമാവും. എന്നിട്ട് പറയാണെന്ത്? എന്നാൽ സന്തോഷത്തെ നിങ്ങൾ അള്ളാഹുവിനുള്ള നന്ദിയും ദുഃഖത്തെ അവന് വേണ്ടിയുള്ള ക്ഷമയുമായി തീർക്കുക. സന്തോഷം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക? അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? നമ്മൾ നന്ദി കാണിക്കുക. അതുപോലെ ഒരു പ്രയാസം വന്നാൽ, ഒരു ദുഃഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അത് ക്ഷമിക്കുക. ആ ക്ഷമയിലൂടെ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുക? സഹായം ചോദിക്കുക. ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റില്ലേ? ക്ഷമയിലൂടെ, നമസ്കാരത്തിലൂടെയും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ക്ഷമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുൻഗാമികൾ അവരുടെ ശരീരമായാലും മനസ്സായാലും അവരുടെ എന്താണ് പിന്നെ നാവായാലും അവർ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൽ ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. അപ്പം ഞാൻ 1-2 സംഭവങ്ങൾ പറഞ്ഞു, അപ്പം നമുക്കത് മനസ്സിലാവും. ഇപ്പം ഹുബൈബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞ സമയത്ത് 10 ആളുകളെ മദീനയിൽ നിന്ന് മക്കത്തേക്ക് അയക്കുന്നുണ്ട്. എന്താണ് പിന്നെ അവിടുത്തെ അവസ്ഥ? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? 10 ആളുകളെ റസൂൽ എന്ത് ചെയ്യാണ്? മദീനയിൽ നിന്നും മക്കത്തേക്ക് അയക്കാണ്. അതിലുള്ള ആളുകളാണ് ആസിം റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ സഹാബികൾ, പ്രമുഖരായ സഹാബികൾ എന്തുണ്ട്? ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് മക്കത്തെത്താൻ നേരത്ത് ഉസ്ഫാൻ എന്ന സ്ഥലത്തെത്തിയ സമയത്ത് ഒരു ഗോത്രം എന്ത് ചെയ്യാണ്? അവരെ വന്ന് വളയാണ്. അവർ വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയ സമയത്ത് അവരെന്ത് ചെയ്യാണ്? ഈ ആളുകളെ വളഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? കാരണം അവർക്ക് നല്ല ദേഷ്യമുള്ള സമയമാണ് മക്കയിലെ മുശ്രിക്കൾക്ക്. കാരണം എന്താണ്? ബദറിൽ വലിയ പരാജയം അവർ നേരിടേണ്ടി വന്നു, അല്ലേ? അപ്പോൾ ബദറിൽ പല ആളുകളെയും വധിച്ച ആളുകളാണ് ഈ സഹാബികൾ. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ 10 ആളുകളെയും അവിടെ വെച്ച് പിടിക്കപ്പെടുകയാണ്. അവർ ഒളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ തന്നെ വെച്ച് 7ഓളം ആളുകളെ ആ സ്ഥലത്ത് തന്നെ വെച്ച് എന്ത് ചെയ്യാണ്? അവരെ വധിക്കുകയാണ്. അതിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു അതുപോലെ ആസിം റളിയല്ലാഹു അൻഹുവിനെയും അവിടെ തന്നെ വധിക്കപ്പെടുന്നുണ്ട്. ആസിം റളിയല്ലാഹുവിൻ്റെ വിഷയം നിങ്ങൾക്ക് അറിയാം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു എൻ്റെ ശരീരത്തെ ശത്രുക്കൾക്ക് എന്ത് ചെയ്യരുത്? അംഗവിച്ഛേദം ചെയ്യാൻ റബ്ബേ വിട്ടുകൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കടന്നലിനെ അയച്ചുകൊണ്ട് ആസിം റളിയല്ലാഹുവിനെ സംരക്ഷിച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്ത് സംഭവിക്കുകയാണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ 2 സഹാബികൾ എന്ത് ചെയ്യാണ്? അവർ മക്കയിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവിടെ വെച്ചിട്ട് ഈ 2 സഹാബികളെയും അടിമകളാക്കി വിൽക്കുകയാണ്. അതിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു വാങ്ങുന്നത് ആരാന്ന് വെച്ചാൽ, അദ്ദേഹം ബദറിൽ ഒരാളെ വധിച്ചിരുന്നു, മക്കയിലുള്ള ഒരു മുശ്രിക്കായ ഒരാളെ വധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ് ആരാ വാങ്ങുന്നത്? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ ഇത് വാങ്ങി അവരെന്ത് ചെയ്യാണ്? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ചങ്ങലക്കിട്ട് വളരെ എന്താണ് നമുക്ക് മനസ്സലിയിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലും അന്ന് മക്കത്തൊന്നും ഇല്ലാത്ത വിഭവങ്ങൾ കാണാണ്. മുന്തിരി, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത പോലെയുള്ള വിഭവങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ടാവാം. അന്ന് മക്കത്ത് കാണാത്ത വിഭവങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന് കുരിശിൽ തറക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഇദ്ദേഹത്തിൻ്റെ ഒപ്പരമുള്ള ഒരു സഹാബിനെ വധിച്ചു. അദ്ദേഹത്തിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് മുശ്രിക്കുകൾ പറയുകയാണെന്ത്? നിന്റെ ഒപ്പരമുള്ള നിന്റെ കൂട്ടുകാരനെ വധിച്ചു, നിന്നെ ഇപ്പം വധിക്കും. എന്ത് ചെയ്തോ?
നീ ഒന്ന് ആ വിശ്വാസം ഒന്ന് മാറ്റിയാൽ മതി, നിന്നെ ഞങ്ങൾ വിട്ടുതരാം, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. നീ ഇസ്ലാമിൽ നിന്ന് മുഹമ്മദിനെ ഒന്ന് എന്ത് ചെയ്താൽ മതി, ആ വിശ്വാസത്തിൽ നിന്നൊന്ന് മാറി ഒന്ന് ഞങ്ങളോട് എന്ത് ഞങ്ങളൊപ്പരം കൂടിയാൽ നിന്നെ ഞങ്ങൾ ഒന്നും ഉപദ്രവിക്കില്ലാണ്. പക്ഷെ ഉബൈറുല്ലാഹിന് എന്താ അറിയാണ്, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തൻ്റെ പീഡനത്തിലൊന്നും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പറയുകയാണെന്ത്, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരില്ല. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മളെ ക്രൂശിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ മറ്റെന്താ പറയാ, ആ തെറ്റുള്ള സാധനം എന്താ, കുരിശിൽ അദ്ദേഹത്തിന് തറക്കാൻ വേണ്ടി തീരുമാനിച്ച സമയം. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അദ്ദേഹത്തെ കുരിശിൽ തറക്കാൻ കൊണ്ടുപോകാണ്. ശരീരം കുരിശിലടിച്ച് തറക്കാരന എന്താ അവസ്ഥ, സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാം, അദ്ദേഹത്തിന് അവരെല്ലാ സൗകര്യങ്ങളും കൊടുക്കും. ആകെ എന്താ വേണ്ടതുള്ളൂ, ഈ വിശ്വാസത്തിൽ നിന്നൊന്ന് മാറി നിന്നാൽ മതി. അതല്ലെങ്കിൽ അള്ളാഹുവിനെ ഒന്ന് ഒഴിവാക്കി ഞങ്ങളെ ദൈവത്തിന് വിശ്വസിച്ചാൽ മതി. പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അങ്ങനെ അദ്ദേഹത്തെ തറക്കുന്ന സമയത്ത് ഒരു മുശ്രിക്ക് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ കുരിശിൽ തറച്ച് വധിക്കപ്പെടുന്ന സമയത്ത് ചോദിക്കുകയാണ്, നിന്റെ സ്ഥാനത്തെങ്ങാൻ മുഹമ്മദ് ആയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ തരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ കാലിലെ ഒരു നഖം ഉണ്ടല്ലോ, അതിനെ പിന്നെ അത്ര ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, എൻ്റെ സ്ഥാനത്തെങ്ങാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നെങ്കിൽ ഞാൻ അതിനൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു കവിത പോലും ചെല്ലുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് മുശ്രിക്കുകൾ വധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനമായിട്ട് അദ്ദേഹം മുശ്രിക്കുകളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിന് നമസ്കരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഹുബൈബ് റളിയല്ലാഹുവിന്. അങ്ങനെ അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ നമസ്കാരം നിർത്തിയിട്ട് പറയാണ്, ഞാൻ കുറച്ചുകൂടി ഞാൻ നമസ്കരിക്കായിരുന്നു, പക്ഷേ ഈ മുശ്രിക്കുകൾ അവരുടെ ഈ പിന്നെ കുരിശിൽ തറക്കുന്നതിനെ പേടിച്ചിട്ടാണ് ഞാനെൻ്റെ നമസ്കാരം ദീർഘിപ്പിച്ചതെന്ന് അവർ വിചാരിക്കില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഞാൻ കുറച്ചും കൂടി കൂടുതൽ നമസ്കരിക്കുമായിരുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ശരീരമായാലും സമ്പത്തായാലും അവരുടെ എന്തായാലും അവർക്കൊരു പ്രയാസമേ ഇല്ല. എന്നാൽ അവരുടെ വിശ്വാസം, നമ്മളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ വിചാരിക്കുന്ന ഇപ്പം നമുക്ക് മെല്ലെ പറയാ ഞാൻ നിങ്ങളൊപ്പരാണ്, എന്നിട്ട് നമ്മൾ രാത്രി തിരിച്ചിടും ചെയ്യും, ഞാനത് ചെയ്തു പോയി. നമ്മളെ മനസ്സിൽ എപ്പോഴും ഉതിരുകളാണ് വരിക. നമുക്ക് ഇന്നിത് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, എന്നാൽ പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ എന്തൊക്കെ ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും. സുബ്ഹാനല്ലാഹ്, അവർക്ക് എന്തില്ല, അവരുടെ വിശ്വാസത്തിലോ അവരുടെ അവർ ഒരു പ്രയാസവും അവർക്ക് എന്തായിട്ടില്ല. അവർക്ക് എത്ര പ്രയാസം നേരിടേണ്ടി വന്നാൽ പോലും അവർ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്ദി കാണിക്കേണ്ടത് മനസ്സുകൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്ത് ചെയ്യാം, നന്ദി കാണിക്കാൻ പറ്റും. സമ്പത്ത് നമ്മളതൊന്നല്ല, നമ്മളെ വിചാരം എന്താണ്, ഇതൊക്കെ അള്ളാഹു എനിക്ക് നൽകിയതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞേ, വയനാട് എത്ര ലക്ഷക്കണക്കിന് രൂപയും അതുപോലെ സ്വർണ്ണ നാണയങ്ങളെയൊക്കെ നിമിഷങ്ങൾ കൊണ്ടാട്ട് ഒലിച്ചു പോയതാണ്. മരിച്ച് ആ ഒലിച്ചു പോകുന്ന സമയത്ത് ആരും ആ സ്വർണം പിടിക്കാനോ അല്ലെങ്കിൽ ആ പൈസ ഒന്ന് എടുത്തു വെക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ പൈസക്കൊക്കെ അത്രേ വിലയുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിൻ്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അത് അള്ളാഹു ചിലപ്പം തരും, ചിലപ്പോൾ അള്ളാഹു അതിനെ എടുത്തു കളയും, ചിലപ്പോൾ നാളെ എന്ത് ചെയ്യും, അള്ളാഹു അത് തന്നേക്കാം അല്ലെങ്കിൽ എടുത്തു കളഞ്ഞേക്കാം. ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണെന്നുള്ള ഓർമ്മയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു ഒരിക്കൽ മദീനയിൽ വലിയ കോലാഹലം, ഭയങ്കര ഒച്ചയും പടയൊക്കെയാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു ചോദിക്കേണ്ടത് എന്താണ് പുറത്ത് നടക്കുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ ഒരു വലിയ കച്ചവട സംഘം വന്നിട്ടുണ്ട്, 700 ഒട്ടകങ്ങളുള്ള ഒരു കച്ചവട സംഘം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു സ്വർഗത്തിലേക്ക് നിരങ്ങിക്കൊണ്ടാണ് പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ആ റസൂലിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയാണ്, നീ സമ്പന്നനാണ്, നീ മുട്ടുകുത്തിയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബാധം ചെലവഴിക്കൂ, എങ്കിൽ സ്വതന്ത്രമായി നിനക്ക് സ്വർഗത്തിൽ നടന്നു പോകാം. അങ്ങനെ ആയിഷ റളിയല്ലാഹു ഇത് പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു ഇത് കേൾക്കാണ്. അദ്ദേഹം വന്ന് പറയാണ്, എൻ്റെ 700 ഒട്ടകങ്ങളും അതിലുള്ള മൊത്തം കച്ചവട സാധനങ്ങളും ഞാനിതാ മദീനയിലുള്ള പാവങ്ങൾക്ക് ഇതാ വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് എന്താണ് അദ്ദേഹം എനിക്ക് ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ സമ്പത്ത് മൊത്തവും എന്ത് ചെയ്യാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ്.
അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുമെന്ന് ആർക്കും തോന്നുന്നുണ്ടോ? നമ്മളെ സമ്പത്ത് മൊത്തം കൊടുക്കാനോ? ഇതൊക്കെ നമുക്ക് ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇതൊക്കെ കേൾക്കുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അവർ സാബിക്കൂനൽ അവ്വലൂൻ അല്ലേ, മുൻഗാമികൾ, അവർ മുൻകടന്ന് അല്ലേ, അവർ സ്വർഗത്തിൻ്റെ വിഷയത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചക്കും അവർ തയ്യാറല്ല അല്ലേ. സാബിക്കൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അപ്പം എന്താണ്, അതാണ് നമ്മൾ അൻസാരികൾ വെള്ളത്തിൻ്റെ വിഷയത്തിന് റസൂലിൻ്റെ അടുത്ത് വന്നല്ലോ, പരാതി പറയാൻ ഒരു കൂട്ടം അൻസാരികൾ വന്നതാണ് റസൂലിൻ്റെ അടുത്ത്. അങ്ങനെ റസൂൽ പറയാം, അൻസാരികൾ സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് നൽകാം. റസൂല പറയുന്നത് എന്താണ്? അൻസാരികളോട് പറയാൻ, നിങ്ങൾ എന്തും ചോദിച്ചോളി, തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയാണ്. അപ്പം ഇവലെന്ത് ചെയ്ത്, ഇവലൊന്ന് സൂറ നടത്തി, ഞങ്ങൾ വന്നത് വെള്ളത്തിനാണ്, പക്ഷെ ഇപ്പം നമുക്ക് കിട്ടിയൊരവസരമാണ്. അപ്പം എന്ത് ചെയ്യണം? എന്ത് ചോദിക്കുന്നവർ ഇങ്ങനെ കൂടിയാലോചന നടത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, വെള്ളത്തിന് വന്ന ടീം എന്ത് ചെയ്യാണ്, മഗ്ഫിറത്തിന് വേണ്ടി റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ആ ഒരു സമൂഹത്തിനും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം, ഇഹലോകത്ത് നശ്വരമായ, അതല്ലെങ്കിൽ നശിച്ചു പോകുന്നതല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. അതുപോലെ ഇഹലോകം നമ്മൾ മറക്കുകയും വേണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ഓഹരി അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നന്ദി കാണിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഹ്സിനീങ്ങളായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. നിങ്ങൾ പറഞ്ഞു ശിശാംക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വളരെ വിശദമായി നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ള അബ്ദുൽ മന്നാൻ സാഹിബിന് എൻ്റെ പേരിലും ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും അസർ നമസ്കാരത്തിന് ശേഷം ദേവാ സെൻ്ററിൽ നടന്നു വരാറുള്ള സിയാദ്ക്കാരുടെ ക്ലാസ് ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അസർ നമസ്കാരത്തിന് ശേഷം ദേവാ സെൻ്ററിൽ വെച്ചിട്ട് വളരെ ആഴത്തിൽ വിശദമായി സൂറത്തുകൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതിലേക്ക് സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വളരെ വ്യവസ്ഥാപിതമായി നടന്നു വരാറുള്ള ഖുർആൻ ഹദീസ് പഠന സംരംഭമാണ് QHLC, ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സ്. അത് നമ്മുടെ ദേവാ സെൻ്ററിൽ വെച്ചിട്ട് എല്ലാ ചൊവ്വാഴ്ചയും പുരുഷന്മാർക്ക് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നടന്നു വരാറുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഇവിടെ ഇസ്ലാഹി സെൻ്ററിൽ അതിന് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പല ആദർശപരമായ വിഷയങ്ങളിലും പല ചർച്ചകളും അത്തരം പരിപാടികളും നടന്നു വരാറുണ്ട്. അത്തരം ഒരു പരിപാടി ഇന്ന്